എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും നമുക്ക് നല്ല ഇടതൂർന്ന ഒരു മുടി വേണമെന്ന് അല്ലെ. എന്റെ പ്രസവത്തിന് ശേഷം ഒരുപാട് മുടി പോയിട്ടതാ ഇവിടെ നിന്നൊക്കെ വട്ടം വട്ടം നാരങ്ങ പോലെ ഒരുപാട് മുടി പോയിട്ടാ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഹോം റെമഡീസ് ചെയ്തിട്ടാണ് ഈ കാണുന്ന മുടിയായി. അപ്പോൾ ഒരുപാട് നീളല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് കട്ടിയുള്ള മുടി വേണം, നല്ല ആഗ്രഹം ഉണ്ടാവില്ലേ, നല്ല ഉള്ളോട് കൂടിയിട്ടുള്ള ഒരു മുടി. പ്രസവത്തിന് ശേഷം ഞാൻ ഒരുപാട് ഹോം റെമഡീസ് ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് ഇത്രയും കട്ടി വന്നത്. ഒരുപാട് നീളമൊന്നുമില്ല എങ്കിലും അത്യാവശ്യത്തിന് മുടി ഇപ്പൊ കട്ടിയായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ പോയ മുടിയൊക്കെ അത്യാവശ്യത്തിന് അവിടെയും ബേബി ഹെയർസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ മാസ്ക് ആണ്. അപ്പൊ അതിന്റെ വീഡിയോ എങ്ങനെയാണ് ഹെയർ മാസ്ക് ഉണ്ടാക്കാന്നും അത് അപ്ലൈ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നിങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നേരെ വീഡിയോയിലേക്ക് പോവാം. ഹെയർ മാസ്ക് തയ്യാറാക്കാനായിട്ട് ഒരു പിടി പച്ചരി കുതിർക്കാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറായി അത് ഇട്ട് വെച്ചിട്ട്, അത്രയും മതി നമുക്ക് നേരെ കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ അരച്ചെടുക്കണം. പിന്നെ ഇത് ഫ്രഷ് അലോവേരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വീട്ടിലെ അലോവേര ഞാൻ തന്നെ എടുത്ത് കഴിഞ്ഞു. ഇതിപ്പോൾ ബാക്കിയുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ജെല്ല് മാത്രം എടുക്കണം കേട്ടോ. എന്നിട്ട് ജെല്ല് ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് അരച്ച് അതൊരു ജ്യൂസാക്കി മാറ്റാം. അലോവേരേൻ്റെ ജ്യൂസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ലപോലെ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് പച്ചരി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം അരിച്ചെടുക്കണം. പച്ചരി അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് ഇതിലേക്ക് തന്നെ നമ്മൾ ഈ അലോവേരേൻ്റെ ഈ ജെല്ലിട്ടല്ലോ അതും കൂടി ഒഴിക്കാം. എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന എണ്ണയുണ്ടല്ലോ നമ്മൾ തലയിൽ തേക്കാനായിട്ട്, അത് ഇതിലേക്ക് ഒഴിക്കണം. ഞാൻ കാച്ചി വെളിച്ചെണ്ണയാണ് തേക്കുക, അത് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലോണം അടി പിടിക്കാതെ ഇളക്കാം. ഇത് വല്ലാണ്ട് തിക്കൊന്നും ആവണ്ട, ലേശം ഒരു ചെറിയൊരു കുറുക്ക് പരുവത്തിലാവുമ്പോൾ നമുക്കത് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ ഈ അരിപ്പൊടി അല്ലെങ്കിൽ റൈസ് വാട്ടർ എന്നൊക്കെ പറയുന്നത് മുടി നല്ല പോലെ തിക്കായിട്ട് വളരുന്നതിനും അതുപോലെ താരം പോകുന്നതിനും ഒക്കെ ഉപകാരമാണ് കേട്ടോ. പിന്നെ അലോവേരേൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം അത്രത്തോളം ബെനിഫിറ്റ് നമുക്ക് കിട്ടും കേട്ടോ. ഇതൊരു മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ ചെയ്താൽ മതി കേട്ടോ. നല്ല റിസൾട്ട് നമുക്ക് കിട്ടും ഹെയറിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഈ 2 തവണ മാത്രം ചെയ്യുമ്പോഴല്ല, അത് കഴിഞ്ഞും നമ്മൾ എന്താ പറയുക ഓരോ ഹോം റെമഡീസായിട്ട് നമ്മൾ ഓരോന്ന് ഹെയറിൽ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ മാസത്തിൽ ഇത് മാത്രം ചെയ്തുകൊണ്ട് മുടി വളരില്ല കേട്ടോ. നമ്മൾ കെയർ ചെയ്യണം മുടിയെ കെയർ ചെയ്യുന്ന പോലെ മുടിയും വളരും കേട്ടോ. അപ്പോൾ അതെ ഇത്രയ്ക്കാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. വെണ്ടക്കായൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കില്ലേ തലയിൽ പരത്താനായിട്ട്, അപ്പോൾ അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആവില്ല വെണ്ടക്കായുടെ ജ്യൂസിൻ്റെ. ആ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിതാ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് തണുത്തിട്ട് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ല പോലെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ ഇനിയും ഈ സംഭവം ബാക്കിയാണ് കണ്ടോ. നമുക്ക് അത്ര എടുത്താൽ മതി, അത്യാവശ്യത്തിനുണ്ടാവും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് തേപ്പി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ തല മാത്രമേ ഫസ്റ്റ് പോയി കഴുകുന്നുള്ളൂ കേട്ടോ, കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഒരു 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. പിന്നെ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഷാമ്പു ഉപയോഗിക്കാൻ പ്രശ്നമൊന്നുമില്ല. പുറത്തൊന്നും പോകണില്ലെങ്കിൽ ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട കേട്ടോ. ഇതിനങ്ങനെ എന്താ പറയുക, നമ്മുടെ തലയിൽ ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള ഒന്നുമില്ല. നമ്മൾ അരിച്ചെല്ലാം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ തലയിൽ ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള പൊടിയായിട്ട് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എന്താ പറയുക, നല്ല പോലെ നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകി വന്നാലും മതി കേട്ടോ. അപ്പോൾ അതെ ഞാൻ തല കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല തിക്കൽ തന്നെ മുടി കിട്ടും. പിന്നെ നമുക്കങ്ങനെ എണ്ണയായിട്ട് നിൽക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഷാമ്പു ഇടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് റിസൾട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അത്രയേ ഉള്ളൂ. ടാറ്റാ.